നമ്മുടെയൊക്കെ തലമുടി ഉണ്ടല്ലോ നല്ല പനങ്കോല പോലെ നല്ല കട്ട കറുപ്പോട് ഇട്ട് വളരാനായിട്ട് ഇതാ നല്ലൊരു ഹെയർ കണ്ടീഷണർ ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ദിവസത്തേക്ക് എടുത്ത് വെക്കാനുള്ള രീതിയിൽ ഇതുപോലെ നല്ല രീതിയിൽ താളിയും ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കേ. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് റീത്തയുടെ കായ അതുപോലെ ശിഖാക്കായും ഉണക്കനെല്ലിക്കും ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മുടിക്ക് നല്ല കറുപ്പും കിട്ടും, തിളക്കവും കിട്ടും, അകാലനരയും മാറി കിട്ടും. ഇനിയിപ്പോൾ ഈ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെയായിട്ട് നമ്മൾ താഴെ മലയാളത്തിൽ എഴുതിയിട്ടില്ലേ, അതിൻ്റെ താഴത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ശിഖാക്കായും റീത്തക്കായും ഉണക്കനെല്ലിക്കയുടെ കോംബോ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാം കേട്ടോ. ഈ റോസ്മേരിയുടെ ലീഫ് ഇട്ടേക്കാം. നല്ല വിലക്കുറവാണ്, കോംബോ ആയിട്ട് നിങ്ങൾ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തലേന്ന് ഒരു 3-4 ശിഖാക്കായും റീത്തക്കായും അതുപോലെ തന്നെ ഉണക്കനെല്ലിക്ക 2-3 ഉണക്കനെല്ലിക്കയും അതുപോലെ തന്നെ കുറച്ച് റോസ്മേരിയുടെ ലീഫും ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് പിറ്റേന്ന് ഇതുപോലെ നമുക്കൊരു ചായപാത്രത്തിലേക്ക് എന്തിലേക്കെങ്കിലും ഇട്ടിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് കുതിർത്തി വെക്കണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഒരുപാട് നാളത്തേക്കൊക്കെ സൂക്ഷിക്കാനാണെങ്കിൽ ഏകദേശം ഒരു ലിറ്ററോളം 1 കപ്പ് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചിട്ട് എടുത്ത് വയ്ക്കാം. നല്ല കൊക്കക്കോളയുടെ ഒക്കെ ആ ഒരു കളറിൽ നമുക്ക് കുപ്പിയിലായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ തിളപ്പിക്കുമ്പം ആദ്യമേ തന്നെ കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചാൽ മതി. അതില്ലെങ്കിൽ നമ്മളിപ്പോൾ 1 കപ്പ് വെള്ളം 1 ലിറ്റർ 2 ലിറ്ററിലൊക്കെ ഇട്ട് തിളപ്പിക്കുമ്പം ഭയങ്കര താമസമല്ലേ. അപ്പോൾ തിളച്ചെടുക്കാനായിട്ട് നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് പിന്നീട് വെള്ളം പകർത്തി കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. അപ്പോൾ ഇതിലിട്ടത് നിങ്ങൾ കണ്ടില്ലേ, കുറച്ച് ഉലുവയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് താളിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ കുറച്ച് നാളത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ പൊട്ടിച്ചെടുത്ത് ഇട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുന്നെങ്കിൽ സ്കാൽപ്പ് ഡ്രൈ ആവത്തില്ല. മുടി പെട്ടെന്ന് കിളിർക്കാനൊക്കെ ആയിട്ട് മുടി കൊഴിച്ചിൽ മാറാൻ നല്ലതാണ്. പിന്നെ നമ്മൾ ആ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്ന കുപ്പിയിലുള്ള ഒഴിച്ചു വെക്കുന്ന വെള്ളം ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് വീതം എടുത്തിട്ട് ഒരു 3-4 ചെമ്പരത്തിയുടെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് താളിയാക്കിയിട്ട് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം കുറച്ച് തല കഴുകിയാലും മുടി പെട്ടെന്ന് വളരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും റീത്തക്കായും ശിഖാക്കായുടെ റോസ്മേരിയുടെ ഒക്കെ ഇത് കോംബോ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം, കയറി വാങ്ങിച്ചോ. നല്ല ഓഫർ പ്രൈസിൽ കിട്ടും. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ വിലക്കുറവായിട്ട് കിട്ടും. മുടിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, തിളക്കവും കിട്ടും, മുടി കൊഴിച്ചിലും മാറും കേട്ടോ. വലിയ കുപ്പികളിലാക്കി സ്റ്റോർ ചെയ്തെടുത്ത് വെക്കുവാണെങ്കിൽ കുറച്ച് ഒരു 1/2 ഗ്ലാസ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് ഒഴിക്കുക. എന്നിട്ട് ഒരു 5-6 ചെമ്പരത്തിയുടെ ലീഫ് ഇട്ടിട്ട് അടിച്ച് എടുത്തോ. പിന്നെ ഇത് വെറുതെ ആണെങ്കിൽ നമുക്ക് തല്ലിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനും നല്ലതാണ്. നല്ല രീതിയിൽ മുടി വളരും. അപ്പം ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതുപോലുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് പേജ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. ബൈ.